അപ്പോൾ ഞങ്ങളൊരു ലോങ് ട്രിപ്പിന് പോകുവാന്ന്. ഒരു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വരാനായിട്ടാ പോയിട്ടല്ല. സർപ്രൈസ് കൊടുത്താണ് സംഭവം എന്ന് പറഞ്ഞതാ. ഒരു സർപ്രൈസ് ഉണ്ട്. ആർക്ക് സർപ്രൈസ്? നമ്മക്ക് സർപ്രൈസ്. ശരിയാണ്, ഒരു ഫുൾ വണ്ടി പോകുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടല്ല. അനന്തർ പാർട്ട്ണർ കൂട്ടാ നോക്കി ഇങ്ങോട്ട് നോക്ക്. അനന്തർ പാർട്ട്ണർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ 8 മണി മാറി നമ്മൾ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു 9 മണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഈ ഒരു ബസ് എടുക്കാനാണ് ആക്ച്വലി നമ്മൾ വന്നിട്ടുള്ളത്. രാവിലെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ 5 മണീൻ്റെ അടുത്തായി. പക്ഷേ അച്ഛനും അമ്മയൊക്കെ നേരത്തെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബസ്സിൻ്റെ അവിടെ ഉണ്ടായ ഓണേഴ്സ് അവർക്ക് പുറത്തെന്തോ ആവശ്യത്തിന് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈവനിങ് ആയത്. അപ്പോൾ നമ്മൾ 2-3 പേര് ലാസ്റ്റ് 5 മണിക്കാണ് വന്നത്. അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോയ വണ്ടി തിരിച്ച് കൊണ്ടുവന്നു. അപ്പം നമ്മൾ അതിനടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലാണ് കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇംഗ്ലീഷ് ടീംസ് അവരുണ്ടാക്കിയൊരു പള്ളിയാണ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. വലിയൊരു പള്ളിയാണ്. അവിടെ എനിക്ക് തോന്നുന്നു 600 പീപ്പിൾസിന് കപ്പാസിറ്റി ഉള്ളൊരു പള്ളിയായിട്ടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് സമയം അതിൻ്റെ അകത്ത് കയറി. അത് ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായത്. അത് ജസ്റ്റ് ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡെയിലി കുർബാനയും കാര്യങ്ങളൊന്നുമുള്ള പള്ളിയല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബുള്ളൊരു സ്പേസ് ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിൻ്റെ അകത്തിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തുള്ള ഒരു തണലിലാണ് കുറേ സമയം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഒരു 1 അവറിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ താക്കോല് വാങ്ങുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആണ് അച്ഛനും അമ്മയൊക്കെ പോയത്. അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസാണ്. ഫോട്ടോ എടുത്തത് അച്ചുവാണ് ഫോട്ടോസൊക്കെ. അപ്പം ഞാൻ ചെറിയ രീതിയിൽ വീഡിയോസ് എടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഈ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരാളാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ബസ് എടുത്തത്. അപ്പോൾ അവർ ആ ഒരു വാങ്ങുന്നൊരു സീൻസൊക്കെയാണ് ഉള്ളത്. നമ്മളെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ബസ് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വിഷ്ണുവിൻ്റെ അളിയനാണ് കൂടെയുള്ളത്. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു സദ്യ കഴിച്ചത്. അത് കഴിഞ്ഞൊരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നു. ഇപ്പോൾ ഇത് കുറച്ച് ഇരുട്ടായി. നമ്മൾ അവിടെ നിന്ന് ഒരു 1.5 അവർ ജേർണി ഉണ്ട് വീട്ടിലേക്ക്. അപ്പം നൈറ്റിലുള്ള കുറച്ച് സീൻസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.